വാക്യത്തിൽ ദൈവം നമുക്ക് അറിയുന്ന സന്ദേശത്തിൻ്റെ ആ ടൈറ്റിലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷ അറിയാത്തത് വെളിപ്പെടാത്തതുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന പരാജയത്തിന്റെ കാരണം. The title God of Father today gives us is that the main failure of Christian life is that the ministry of the Spirit is not revealed and it is not known. आज का जो संदेश है उसका शीर्षक हम इस प्रकार बताना चाहेंगे कि आत्मिक जिंदगी का सबसे बड़ा हार ये है कि आत्मा का काम उसे वो प्रकट न होना और उसे नहीं जान पाना. അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതും ദൈവഭക്തന്മാർ ഉപയോഗിക്കുന്നതാണ്. കല്ലിന്മേൽ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത ആ അക്ഷരം കണ്ടിട്ട് അതനുസരിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിക്കുന്നതാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ. What God has given to man to abide by is written on a piece of rock, and men when begin to abide by these letters which are given by God, he is following the ministry of the letter. शब्द की सेवकाई वो है जो कि परमेश्वर ने हुक्म दिए थे, परमेश्वर ने आज्ञाएं दी थी जो पत्थर के पलंगों पर लिखे गए थे, उसके अनुसार की जाने वाली सेवकाई है शब्द की सेवकाई. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പുറത്തുള്ള അക്ഷരത്തിൽ കല്ലിൽ എഴുതിയിരിക്കുന്നതെല്ലാം ദൈവം മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ഹൃദയത്തിൽ എഴുതിയിട്ട് അവനെ കൊണ്ട് ദൈവം അനുസരിപ്പിക്കുന്നതാണ് ആത്മാവിന്റെ ശുശ്രൂഷ. ദൈവമാണ് അത് അവനെ കൊണ്ട് അനുസരിപ്പിക്കുന്നത്, മറ്റത് അവൻ സ്വയമേ അനുസരിക്കാൻ ശ്രമിക്കുന്നതാണ്. All that are written on this piece of stone, when it is written on the heart of man, and when God allows and helps him to follow the things of God, then it becomes the ministry of the Spirit. आत्मा की सेवकाई वो है कि वो सारी आज्ञाएं जो पत्थर के पलंगों पर लिखे गए हैं परमेश्वर मनुष्य के हृदय के अंदर उसे रखता है और परमेश्वर उन आज्ञाओं का पालन करने उसे सहायता या प्रेरणा देता है. बल्कि शब्द की सेवकाई में इंसान अपनी खुद की ताकत से उन आज्ञाओं का पालन करने की कोशिश करता है. നിങ്ങൾക്ക് ഇവിടെ മനസ്സിൽ കാണാം, ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടും ചിന്തിച്ചിട്ടില്ലാത്ത സ്പിരിച്വൽ ലെങ്സിനെ കുറിച്ചാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. സ്പിരിച്വൽ ലെങ്സ്, ശ്വാസകോശം എന്ന് മലയാളത്തിൽ നമ്മൾ പറയാൻ കഴിയുന്ന അത് ഫിസിക്കൽ ലെങ്സ് ആണെങ്കിൽ ഇതാ സ്പിരിച്വൽ ലെങ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആത്മാവിന്റെ ശുശ്രൂഷ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും മരണത്തെ എടുത്തു കളയുന്നത്. We are aware of physical lungs, and today we are going to be aware of spiritual lungs and how the spiritual lung helps us to expel the spirit of death from us. आज हम स्पिरिचुअल लंग्स अपने आत्मिक फाफड़ियों के बारे में सीखने को जा रहे हैं जो हमारे अंदर से मृत्यु को बाहर करके जीवन ला सकती है. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു സ്പിരിച്വൽ ലെങ്സ് തന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകത്തെ മരണത്തെ പുറത്തേക്ക് തള്ളിക്കളയുക, നമ്മളുടെ അകത്തെ ജീവനെ അകത്തേക്ക് വലിച്ചെടുക്കുക. But in the new covenant, God has given us a spiritual lungs, that the spiritual lungs in our body will expel the death, the spirit of death from us, and receive the life to our soul. तो from the inside. Okay, go ahead, next. तो परमेश्वर ने हमें आत्मिक लंग्स दिए हैं ताकि हमारे अंदर से मृत्यु को बाहर कर डाले और अंदर से हम जीवन को पाए ताकि हमारी प्राण में जीवन हो. ഹല്ലേലൂയ. പ്രിയകുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പുതിയ സൃഷ്ടി അവൻ ശ്വസിക്കുന്നത് അകത്തുനിന്നാണ്. ശ്വസിക്കുന്നത് അവൻ നിശ്വസിക്കുന്നത് പുറത്തേക്ക് തള്ളുന്നത് അവൻ ലോകത്തിലേക്കാണ്, പുറത്തേക്കാണ്. അകത്തുനിന്ന് ശ്വസിക്കുന്നു, പുറത്തേക്ക് നിശ്വസിക്കുന്നു. A new creation always breathes in his inside, on the inside, and he exhales into the outside. एक नई सृष्टि जो है वो श्वास को अंदर लेता है अंदर से ही और श्वास को बाहर छोड़ता है बाहर, यानी कि दुनिया के ओर. ഹല്ലേലൂയ. നമ്മൾ കൂട്ടായ്മയോ കത്തോലിക്കിനോടാണ്, CSIയോടാണ്, IPCയോടാണ്, ഷാരോനോടാണ്, ബ്രദറിനോടാണ് നമ്മളുടെ കൂട്ടായ്മ. എന്നാൽ യഥാർത്ഥ ഒരു ദൈവവൈതലിന് ആ കൂട്ടായ്മയേക്കാൾ വലിയൊരു കൂട്ടായ്മയുണ്ട്. ഇതാണ് യോഹന്നാനും പറയുന്നത്, ഞങ്ങളുടെ അകത്തെ ജീവിതം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തു കൂടെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ നിശ്വസിക്കുന്നത് ഈ ലോകത്തിലേക്കാണ്, പിശാചിന്റെ മണ്ഡലത്തിലേക്ക്. We think that our fellowship is always with different congregations such as CSI, Pentecostal, IPC and the like, but the word of God says that
Our fellowship is with his son Jesus Christ and his Father. कई लोग मानते हैं आजकल कि हमारी संगति जो है किसी न किसी मसीही समूहों के साथ है। जैसे कोई कहेगा हमारा कैथलिक है, हमारा फिर आईपीसी है, शैरोन है, ब्रेदरिन है, ये सब है। लेकिन वचन में लिखा है, वो कहता है कि हमारी सहभागिता पिता के साथ और उसके पुत्र यीशु के साथ है। അപ്പൊ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോകും ഇങ്ങനെയാണെങ്കിൽ. എങ്ങനെ? നിങ്ങൾ മനുഷ്യരിൽ നിന്നാണ് ബഹുമാനം അന്വേഷിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോകും. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ബഹുമാനം അന്വേഷിച്ചാൽ ഇതാ ഏക ദൈവത്തിലുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നാണ് യേശു ചോദിക്കുന്നത്. The leader of faith, Jesus Christ, says that your capacity of your faith will get diminished if you begin to seek honor from man instead of seeking honor from God. ये कहकर यीशु मसीह हमसे कह रहा है कि तुम एक दूसरे से आदर पाते हो तो फिर तुम विश्वास कैसे कर पाओगे? तुम विश्वास नहीं कर पाओगे. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്പിരിച്വൽ ലെങ്സിന്റെ കാര്യമൊന്നും പറയാനുള്ള ടൈം ഇന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുക. ദൈവം അടുത്ത പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഈ ഒരു സംഭവങ്ങളും കർത്താവ് നമുക്ക് ഇപ്പൊ കൊണ്ടുവന്ന് തന്നു. ഹല്ലേലൂയ. ഇതാ നമ്മുടെ വിശ്വാസത്തിന്റെ ലെങ്സിന്റെ സ്പിരിച്വൽ ലെങ്സ് പോലെ നമ്മളുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി വർദ്ധിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ആദ്യ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്ന അന്വേഷണം നിർത്തണം. മനുഷ്യൻ എനിക്ക് ലൈക്ക് അടിക്കുന്ന പരിപാടി അതന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം എനിക്ക് ലൈക്ക് അടിക്കണം. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം ക്രിസ്തുവെ സ്വർഗസ്ഥ പിതാവ് എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതേപോലെ എന്നെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. In order to extend the capacity of our spiritual lungs and faith, we should stop seeking honor from men. Instead, we should start seeking honor from God. हमारे आत्मिक लंग्स की कैपेसिटी क्षमता कैसे बढ़ सकती है उसके बारे में हम बाद में कभी बताएंगे, परमेश्वर की इच्छा हो तो। लेकिन अभी हम ये बताना चाहते हैं कि हमें सबसे पहले हमारी विश्वास की क्षमता या ताकत को बढ़ाने के लिए ये करना है कि दूसरे लोग मुझे पसंद करें या मेरी सम्मान आदर करें, ये छोड़कर परमेश्वर से मैं आदर पाऊं, ये हमारी इच्छा होनी चाहिए. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവ് യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. Praise God. May the name of the Lord be glorified. The grace of our God and the peace of our God be unto you all who are in this hall and who are attending this ministry online. परमेश्वर की स्तुति हो पिता परमेश्वर और पुत्र प्रभु यीशु मसीह के नाम से आप सभी को जो इस हॉल में उपस्थित है और हमें सुन रहे हैं, देख रहे हैं, सबको व्यक्त करना चाहते हैं. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് അറിയിക്കുന്ന സന്ദേശത്തിൻ്റെ ആ ടൈറ്റിലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷ അറിയാത്തത് വെളിപ്പെടാത്തതുമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാന പരാജയത്തിൻ്റെ കാരണം. The title God our Father today gives us is that the main failure of Christian life is that the ministry of the Spirit is not revealed and it is not known. आज का जो संदेश है उसका शीर्षक हम इस प्रकार बताना चाहेंगे कि आत्मिक जिंदगी का सबसे बड़ा हार यह है कि आत्मा का काम उसे वो प्रकट न होना और उसे नहीं जान पाना. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ആത്മാവിൻ്റെ ശുശ്രൂഷയുണ്ട്, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. രണ്ടും ബൈബിളിലുള്ള ശുശ്രൂഷയാണ്. എന്നാൽ ഇന്നും ക്രിസ്തീയ തലത്തിൽ ഒരു 90% ഓടിക്കൊണ്ടിരിക്കുന്നത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ അറിയാത്തത് കൊണ്ട് ഈ ജനം റിസൾട്ടിലേക്ക് എത്തുന്നില്ല. പിശാചിനാൽ അവർ പരാജിതരായി തീരുകയാണ്. As per the Bible, there are two kinds of ministries, the ministry of the Spirit and the ministry of the letter. Majority of the Christians are led by the ministry of letter and they are captured by Satan.
हमें इस बात को जानना है कि सेविकाई दो प्रकार की होती है। एक है आत्मा की सेविकाई, दूसरा है शब्द का सेविकाई। अधिकांश लोग जो विश्वासी है 90 या 95% लोग शब्द के सेविकाई में ही जी रहे हैं। ശ്രദ്ധിക്കുക, അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതും ദൈവഭക്തന്മാർ ഉപയോഗിക്കുന്നതാണ്. കല്ലിന്മേൽ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത ആ അക്ഷരം കണ്ടിട്ട് അതനുസരിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിക്കുന്നതാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ. What God has given to man to abide by is written on a piece of rock, and men, when begin to abide by these letters which are given by God, he is following the ministry of the letter. शब्द की सेवकाई वो है जो कि परमेश्वर ने हुक्म दिए थे, परमेश्वर ने आज्ञाएं दी थी, जो पत्थर के पलंगों पर लिखे गए थे, उसके अनुसार की जाने वाली सेवकाई है शब्द की सेवकाई. ശ്രദ്ധിക്കുക, എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പുറത്തുള്ള അക്ഷരത്തിൽ കല്ലിൽ എഴുതിയിരിക്കുന്നതെല്ലാം ദൈവം മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ഹൃദയത്തിൽ എഴുതിയിട്ട് അവനെ കൊണ്ട് ദൈവം അനുസരിപ്പിക്കുന്നതാണ് ആത്മാവിന്റെ ശുശ്രൂഷ. ദൈവമാണ് അത് അവനെ കൊണ്ട് അനുസരിപ്പിക്കുന്നത്, മറ്റത് അവൻ സ്വയമേ അനുസരിക്കാൻ ശ്രമിക്കുന്നതാണ്. All that are written on this piece of stone, when it is written on the heart of man, and when God allows and helps him to follow the things of God, then it becomes a ministry of the Spirit. आत्मा की सेवकाई वो है कि वो सारी आज्ञाएं जो पत्थर के पलंगों पर लिखे गए हैं, परमेश्वर मनुष्य के हृदय के अंदर उसे रखता है और परमेश्वर उन आज्ञाओं का पालन करने उसे सहायता या प्रेरणा देता है. बल्कि शब्द की सेवकाई में इंसान अपनी खुद की ताकत से उन आज्ञाओं का पालन करने की कोशिश करता है. ഇതിന്റെ വ്യത്യാസം, അക്ഷരത്തിലെ ശുശ്രൂഷയ്ക്ക് മനുഷ്യന്റെ ഉള്ളിലെ മരണത്തെ നീക്കിക്കളയുവാൻ കഴിവില്ല. പക്ഷെ ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ അത് മനുഷ്യന്റെ ഉള്ളിലെ മരണത്തെ പുറത്തേക്ക് എക്സ്ഹേൽ ചെയ്യുന്നു, അതിനെ പുറത്തേക്ക് തള്ളിക്കളയുന്നു. Ministry of letter doesn't have the power to save man from the clutches of death, but the ministry of spirit has the power to expel the death from man. सेवकाई इंसान को मृत्यु के वश से उसे छुड़ाने के लिए उसे ताकत नहीं है, जबकि आत्मा की सेवकाई मृत्यु को इंसान के अंदर से बाहर कर देता है. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം ഈ രണ്ട് മിനിസ്ട്രിക്കും പേരിട്ടു. ഒന്ന്, ഇതാ അക്ഷരത്തിന് ശുശ്രൂഷയ്ക്ക് പേരിട്ടു ദ മിനിസ്ട്രി ഓഫ് ഡെത്ത്. എന്നാൽ മറ്റേത് ഇതാ ജീവൻ തരുന്ന ശുശ്രൂഷയ്ക്ക് പേരിട്ടിരിക്കുകയാണ് ആത്മാവിന്റെ ശുശ്രൂഷ, തേജസ്സുള്ള ശുശ്രൂഷ. The word of God has named the ministry of letter as ministry of death, and the ministry of spirit as the ministry of life. इसीलिए परमेश्वर का वचन कहता है शब्द की सेवकाई से मृत्यु आता है, जबकि आत्मा की सेवकाई उसको नाम दिया गया है तेज की सेवकाई. നിങ്ങൾക്ക് ഇവിടെ മനസ്സിൽ കാണാം, ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടും ചിന്തിച്ചിട്ടില്ലാത്ത സ്പിരിച്വൽ ലെങ്സിനെ കുറിച്ചാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. സ്പിരിച്വൽ ലെങ്സ്, ശ്വാസകോശം എന്ന് മലയാളത്തിൽ നമ്മൾ പറയാൻ കഴിയുന്ന അത് ഫിസിക്കൽ ലെങ്സ് ആണെങ്കിൽ, ഇതാ സ്പിരിച്വൽ ലെങ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആത്മാവിന്റെ ശുശ്രൂഷ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും മരണത്തെ എടുത്തു കളയുന്നത്? We are aware of physical lungs, and today we are going to be aware of spiritual lungs and how the spiritual lung helps us to expel the spirit of death from us. आज हम स्पिरिचुअल लंग्स, अपने आत्मिक फाफड़ियों के बारे में सीखने को जा रहे हैं, जो हमारे अंदर से मृत्यु को बाहर करके जीवन ला सकती है. ഹല്ലേലൂയ. ഈ ലങ്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? ശ്വാസകോശം രണ്ട് വിശറി പോലെ നമ്മളുടെ
ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളായിട്ട് സ്വർഗത്തിലെ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന സംഭവമാണ്. ഇതാ നമ്മളുടെ ഹാർട്ടിന്റെ അപ്പുറവും രണ്ട് വിശറി പോലെ ഇങ്ങനെ നിൽക്കും. ശ്വാസം വലിച്ചെടുക്കാനും ശ്വാസം പുറത്തേക്ക് തള്ളിക്കളയാനും, അതായത് ഓക്സിജൻ വലിച്ചെടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളിക്കളയാനും ഉപയോഗിക്കുന്ന ദൈവം വെച്ചിട്ടുള്ള ഒരവയവമാണത്. The function of lungs is to inhale oxygen and exhale carbon dioxide, which is the system that God the Father has designed in our body. आप जानते हैं हमारे शरीर के अंदर लंग्स इस अवयव का काम क्या है. हमारे हृदय के आजू बाजू में पंखे जैसा खड़ा है, वो अंदर ऑक्सीजन को लेता है खींचकर और बाहर कार्बन डाइऑक्साइड को बाहर भेजता है. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചാൽ, അളവ് വർദ്ധിച്ചാൽ നാം മരിച്ചു. പലപ്പോഴും ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ പറയാറില്ല ഓക്സിജന്റെ അളവ് കുറവാണ്. അതിന്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ്, ആള് മരിച്ചു പോകും. When the concentration of carbon dioxide is excess in our body, we are likely to die. यदि हमारे शरीर के अंदर कार्बन डाइऑक्साइड की मात्रा अगर अधिक हो तो वो इंसान मर सकता है. इसलिए अस्पताल में डॉक्टर कहीं कहता है कि ऑक्सीजन का लेवल तुम्हारे शरीर में कम है. അതുകൊണ്ട് നമ്മുടെ ലങ്സ് പ്രധാനമായും ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ മരിച്ചു പോകും. നമ്മുടെ ലങ്സ് പ്രധാനമായും ചെയ്യുന്നത് അങ്ങോട്ടേക്ക് തള്ളിയില്ലേ, ആ പുറത്തേക്ക് തള്ളിയത് വേറൊന്നുമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മരണമാണ് പുറത്തേക്ക് തള്ളിക്കളഞ്ഞത് ലങ്സ്. As we are likely to die when there is excess amount of carbon dioxide in our body, the lungs always try to exhale the excess amount of carbon dioxide from our body. तो कार्बन डाइऑक्साइड हमारे शरीर के लिए वो हानिकारक हो सकता है. इसीलिए क्या करता है, जब हम श्वास को खींचते हैं और छोड़ते हैं तो कार्बन डाइऑक्साइड को बाहर कर रहे हैं. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്നാൽ ന്യായപ്രമാണത്തിന് നമ്മുടെ ഉള്ളിൽ നിന്ന് മരണത്തെ പുറത്തേക്ക് തള്ളിക്കളയാനുള്ള സംവിധാനമില്ല. പകരം നമ്മുടെ ഉള്ളിൽ നിന്ന് മരണം പുറത്തേക്ക് ഇറങ്ങി നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ ഒരു സഹായമായി മാത്രമാണ് ന്യായപ്രമാണം തന്നത്, താൽക്കാലികമായി. Law is temporarily given to us that we may be preserved of death. Law doesn't have the power to expel death from our body. व्यवस्था को हमारे अंदर से मृत्यु को बाहर करने की ताकत तो नहीं है, बल्कि व्यवस्था को उस मृत्यु के अधीन हम न हो जाए ऐसे हमें रखने के लिए वो सहायक है. നമ്മുടെ അകത്തെ മരണത്തെ പുറത്തേക്ക് തള്ളിക്കളയുക, നമ്മളുടെ അകത്തെ ജീവനെ അകത്തേക്ക് വലിച്ചെടുക്കുക. But in the new covenant, God has given us a spiritual lungs, that the spiritual lungs in our body will expel the death, the spirit of death from us, and receive the life from outside into our body. Not outside, receive life from inside to our soul. Receive the life from our to our soul. तो from the inside. Okay, go ahead, next. तो परमेश्वर ने हमें आत्मिक लंग्स दिए हैं ताकि हमारे अंदर से मृत्यु को बाहर कर डाले और अंदर से हम जीवन को पाए, ताकि हमारी प्राण में जीवन हो. ഹല്ലേലൂയ. പ്രിയകുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പുതിയ സൃഷ്ടി അവൻ ശ്വസിക്കുന്നത് അകത്തുനിന്നാണ്. ശ്വസിക്കുന്നത്, അവൻ നിശ്വസിക്കുന്നത്, പുറത്തേക്ക് തള്ളുന്നത് അവൻ ലോകത്തിലേക്കാണ്, പുറത്തേക്കാണ്. അകത്തുനിന്ന് ശ്വസിക്കുന്നു, പുറത്തേക്ക് നിശ്വസിക്കുന്നു. A new creation always breathes in from his inside, on the inside, and he exhales into the outside. एक नई सृष्टि जो है वो श्वास को अंदर लेता है अंदर से ही, और श्वास को बाहर छोड़ता है बाहर, यानी कि दुनिया के ओर. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എനിക്ക്
ഒരു ദൈവ പൈതലിന് അകത്തൊരു ജീവിതമുണ്ട്. ഒരു ദൈവ പൈതലിന് പുറത്തൊരു ജീവിതമുണ്ട്. പുറത്ത് ലോകത്തിൽ പിശാചുണ്ട്, പിശാചിൻ്റെ ദൂതന്മാരുണ്ട്. വീണ്ടും പുറത്ത് ഭൂമിയിൽ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഇങ്ങനെ പലരും അവന് പുറത്തുണ്ട്. A child of God has two kinds of life, a life inside and life outside. Life outside means he has Satan in the world and his angels. At the same time, he also has his brethren. देखिए, एक परमेश्वर के संतान को दो दुनिया है, तो या दो जिंदगी है. पहले वाली बाहर वाली जिंदगी में वहाँ पर शैतान है, शैतान के दूत है, और फिर उसके जो अपने लोग रिश्तेदार हैं, माता पिता भाई बहन, ये सब है. ഹല്ലേലൂയ. പക്ഷേ അവനൊരു അകത്തെ ജീവിതമുണ്ട്. ആ അകത്തെ ജീവിതത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, അവരുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ ആത്മാവുണ്ട്. അത് അവൻ്റെ അകത്തെ ജീവിതമാണ്. 24/7 ആക്റ്റീവായിരിക്കേണ്ട, നിത്യസഭത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു ജീവിതം അവനകത്തുണ്ട്. പക്ഷെ അവൻ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. He also has a life inside where he has his Father and Son Jesus Christ and Holy Spirit that connects him to have fellowship with God the Father and Jesus Christ. Unfortunately, he is unaware of this truth. और उसकी अंदर की जिंदगी, परमेश्वर के संतान की एक अंदर की जिंदगी है, जहाँ पर पिता परमेश्वर है और पुत्र है और पवित्र आत्मा है, जिनके साथ उसे निरंतर संपर्क हो सकता है, लेकिन कई बार उसे इसके बारे में मालूम नहीं. നമ്മൾ കൂട്ടായ്മയോ കത്തോലിക്കിനോടാണ്, CSIയോടാണ്, IPCയോടാണ്, ഷാരോനോടാണ്, ബ്രദറിനോടാണ് നമ്മളുടെ കൂട്ടായ്മ. എന്നാൽ യഥാർത്ഥ ഒരു ദൈവവൈതലിന് ആ കൂട്ടായ്മയേക്കാൾ വലിയൊരു കൂട്ടായ്മയുണ്ട്. ഇതാണ് യോഹന്നാനും പറയുന്നത്, ഞങ്ങളുടെ അകത്തെ ജീവിതം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തു കൂടെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ നിശ്വസിക്കുന്നത് ഈ ലോകത്തിലേക്കാണ്, പിശാചിന്റെ മണ്ഡലത്തിലേക്കാണ്. We think that our fellowship is always with different congregations such as CSI, Pentecostal, IPC, and the like. But the Word of God says that our fellowship is with His Son Jesus Christ and His Father. कई लोग मानते हैं आजकल कि हमारी संगति जो है किसी न किसी मसीही समूहों के साथ है. जैसे कोई कहेगा हमारा कैथलिक है, हमारा फिर IPC है, शैरोन है, ब्रेदरिन है, ये सब है. लेकिन वचन में लिखा है, वो कहता है कि हमारी सहभागिता पिता के साथ और उसके पुत्र यीशु के साथ है. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയുക. അവിടെ ജീവിക്കാത്തത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനികളെ കണ്ട് ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾക്ക് ഈ ആത്മമണ്ഡലത്തെക്കുറിച്ചുള്ള, അവർ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് ഉള്ളവർ വിരളമാണ്. പകരം മനുഷ്യരുടെ മുമ്പിലാണ് അവർ എപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യർ തന്നെ കുറിച്ച് നല്ലത് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, ദൈവം ബഹുമാനിക്കുന്നവനാണ് യഥാർത്ഥ ബഹുമാനിതൻ. ദൈവം സാക്ഷ്യപ്പെടുത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ജയാളി. Most of the Christians are trying to get honor from the people who live with them, but the word of God, according to the word of God, he that is honored is he that honors God get honored by God. अधिकांश मसीही लोग जो है वो दूसरे लोगों के सामने अपने आप को वो सम्मानित होना चाहते हैं, लेकिन असली में प्रभु जिसको सम्मानित करता है और परमेश्वर जिसके बारे में गवाही देता है, वो ही आशीषित है. ഇതാ യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ ബഹുമാനിച്ചുകൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പൊ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ ഹൃദയം അന്വേഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമാണ്. So when we seek the honor from God,
we are accepted by God, but the word of God says instead of seeking honor from God, we try to honor each other. तो ये परमेश्वर से प्राप्त होने वाली सम्मान को न चाहते हुए हम एक दूसरे से सम्मान पाने की कोशिश कर रहे हैं. ഇത് എന്റെ വാക്കല്ല, യേശുക്രിസ്തുവിന്റെ വാക്കാ. യേശുക്രിസ്തു യോഹന്നാൻ 5:41 പറയുന്നു, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. വീണ്ടും യോഹന്നാൻ 8:50 യേശുക്രിസ്തു പറയുന്നു, ഞാൻ എന്റെ ബഹുമാനം അന്വേഷിക്കുന്നില്ല. കാരണം ബഹുമാനം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്, തന്റെ അപ്പൻ. ഹല്ലേലൂയ. ഞാൻ അന്വേഷിക്കുന്ന ബഹുമാനമോ മനുഷ്യരിൽ നിന്നല്ല, എന്റെ അപ്പനിൽ നിന്നുള്ള ബഹുമാനമാ ഞാൻ അന്വേഷിക്കുന്നത്. ഇതേ ഒരു അവസ്ഥ യേശുക്രിസ്തുവിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. According to the Gospel of John, Jesus Christ says that I don't seek honor from you, the people, but there is a Father for me who seeks honor, so I honor him. यीशु मसीह ने यूहन्ना के रचित सुसमाचार में कहा उनसे कि मैं कोई सम्मान नहीं चाहता, और फिर यूहन्ना 8:50 में कहा कि सम्मान लेकिन चाहने वाला एक है जो पिता है, और यीशु कहता है कि मैं सम्मान चाहता हूँ सिर्फ पिता, अपने पिता परमेश्वर से. നമ്മളും യേശു ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗസ്ഥ പിതാവിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കണം, മനുഷ്യരിൽ നിന്നല്ല. അവർ ബഹുമാനിക്കണമെങ്കിൽ ബഹുമാനിച്ചോട്ടെ. ഓടാനെ അവർ ബഹുമാനിക്കുമ്പോൾ പറയണോ, ഇതിനർഹൻ എന്റെ സ്വർഗസ്ഥ പിതാവ്. യേശു ചെയ്യുന്നത് പോലെ ആ ബഹുമാനം പിതാവിങ്കിലേക്ക് എത്തണം. പക്ഷെ നമ്മൾ അന്വേഷിക്കേണ്ടത് പിതാവിൽ നിന്നുള്ള ബഹുമാനമാണ്, യേശു അന്വേഷിക്കുന്നത് പോലെ. As Jesus seeks honor from Father, we also have to seek honor from Father, not from people. इसी प्रकार जैसे यीशु ने किया, हमें मनुष्यों से हमें सम्मान या गौरव नहीं चाहिए. यदि कोई हमारी प्रशंसा करे तो कहे कि उसका योग्य परमेश्वर पिता है. जो यीशु मसीह ने किया, मैं सिर्फ सम्मान चाहता हूँ परमेश्वर पिता से. ഇതാ പത്രോസ് ലേഖനം എഴുതുമ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. എന്ത് മഹിമ? പിതാവായ ദൈവം തന്റെ പുത്രനെ ബഹുമാനിക്കുന്നത് കണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. എവിടെ വെച്ച്? മറുരൂപ മലയിൽ വെച്ച്. The letter of Peter says that we have seen the glory and the honor of God during the time of transfiguration. We saw clearly the glory and the honor of God. They say that they saw how God the Father honored Jesus Christ at the time of Jesus' transfiguration. पत्रस कहता है अपनी पत्री में, कहता है कि हमने यीशु मसीह की महिमा के हम गवाही है, और वो कहता है कि यीशु मसीह को पिता परमेश्वर से महिमा मिला था. ഹല്ലേലൂയ. അവിടെ ഇതാ 2 പത്രോസ് 1:16-17 എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ച് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. എന്താണത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ. സ്വർഗത്തിലെ ദൈവം സാക്ഷ്യം കൊടുക്കുകയാണ്, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസിൽ വായിക്കുമ്പോൾ ഒരു വേർഡും കൂടി ചേർത്തുണ്ട്, ഇവന് ചെവി കൊടുപ്പേൻ എന്ന് പറഞ്ഞതിന് ശേഷം എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോ. എവിടെ നിന്ന് വന്നപ്പോ? അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോ. ഇതാരാ? സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവിൽ നിന്ന് വന്നപ്പോൾ. ഹല്ലേലൂയ. ആ സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കരുത് കേട്ടോ. ആ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ ക്രിസ്തുവിന് മാനവും തേജസ്സും ലഭിച്ചു. ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. 2 Peter chapter 1 verse 16 and 17 says, for we have not followed cunningly devised fables when we made known unto you the power and coming of our Lord Jesus Christ, but were eyewitnesses of his majesty. For he received from God the Father honor and glory when there came such a voice to him from the excellent glory, this is my beloved Son in whom I am well pleased. तो पत्रस 1:16 और 17 में इस तरह लिखा है, क्योंकि जब मैंने तुम्हें अपने प्रभु यीशु मसीह का सामर्थ और आगमन का समाचार दिया था,
तो वह चतुराई से गढ़ी हुई कहानियों के अनुकरण नहीं था, वरन हमने आप ही उसके प्रताप को देखा था, क्योंकि जब उसने परमेश्वर पिता से आदर और महिमा पाई और उस प्रतापमय महिमा में ये वाणी आई, ये मेरा प्रिय पुत्र है जिससे मैं प्रसन्न हूँ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി കൂട്ടണം. ഈ ലങ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ലങ്സിന് കപ്പാസിറ്റി കുറഞ്ഞവരുണ്ട്, കപ്പാസിറ്റി കൂടിയവരുണ്ട്. ലങ്സിന് കപ്പാസിറ്റി കുറഞ്ഞ ഒരാളായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാമോ? ശ്വാസം എടുക്കുമ്പോൾ അധികം എടുക്കാൻ പറ്റത്തില്ല. കാരണം കൊച്ച് ഒരു എന്താ കപ്പാസിറ്റി ഉള്ളൊരു ബലൂൺ പോലെയാണ്. കുറച്ച് ശ്വാസം എടുക്കാൻ പറ്റും. അങ്ങ് ശ്വസിക്കണം. ഇതേപോലെ നമുക്ക് വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി കുറവായ വ്യക്തികൾക്ക് കപ്പാസിറ്റി കൂട്ടാനുള്ള ദൈവരാജ്യത്തിലെ ഒരു മറുമരുന്നാണിത്. മനുഷ്യനിൽ നിന്നല്ല ബഹുമാനം അന്വേഷിക്കേണ്ടത്, സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുക. എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി കൂടും. Without seeking honor from man, if you begin to seek honor from God, it's a kind of medicine in the kingdom of God that has the power to extend the capacity of your lungs, spiritual lungs. आपके जो आत्मिक लंग्स की कैपेसिटी को बढ़ाने के लिए मैं आपको एक दवाई देता हूँ. हम जानते हैं अगर लंग्स का कैपेसिटी कम हो तो छोटे छोटे श्वास को लेते हैं, तो उसको बढ़ाने के लिए एक दवाई है ये जो हमने यहाँ पर पढ़ा है. हमें महिमा और आदर किसी मनुष्य से नहीं, केवल पिता से हमें चाहना है. വിശ്വാസത്തിന്റെ നായകൻ ആരാണെന്നറിയാമോ? കർത്താവ് യേശു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു ഇവിടെ കാണാം. ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. യോഹന്നാൻ 5:41. ആ ക്വാളിറ്റി നമ്മളും ഏറ്റെടുക്കണം. Do you know who is the leader of our faith? Jesus Christ is the leader of faith, and he says that he doesn't seek honor from men. यीशु मसीह जो हमारा विश्वास का अगुवा है, उन्होंने कहा मैं किसी और से, यूहन्ना 5:41 में, किसी से महिमा नहीं चाहता हूँ, सिर्फ पिता से. ഹല്ലേലൂയ. പിന്നെ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ട് യേശുക്രിസ്തു പറയാണ്, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോകും ഇങ്ങനെയാണെങ്കിൽ. എങ്ങനെ? നിങ്ങൾ മനുഷ്യരിൽ നിന്നാണ് ബഹുമാനം അന്വേഷിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോകും. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ബഹുമാനം അന്വേഷിച്ചാൽ, ഇതാ ഏക ദൈവത്തിലുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നാണ് യേശു ചോദിക്കുന്നത്. The leader of faith, Jesus Christ, says that your capacity of your faith will get diminished if you begin to seek honor from man instead of seeking honor from God. ये कहकर यीशु मसीह हमसे कह रहा है कि तुम एक दूसरे से आदर पाते हो तो फिर तुम विश्वास कैसे कर पाओगे? तुम विश्वास नहीं कर पाओगे. ഇതാ അതിന്റെ തൊട്ട് താഴെ 5:44 യേശു പറയാണ്, മനുഷ്യന്റെ രംഗം തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട്. ഹല്ലേലൂയ. തമ്മിൽ അതായത് മനുഷ്യൻ ബഹുമാനിക്കണ്ടെന്നല്ല ഈ പറയണേ, പക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ഇതേ ഉള്ളൂ. ഏത്? തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള. അപ്പൊ എത്ര ദൈവമേ ഉള്ളൂ യേശുവിന്? യേശുവിന് എത്ര ദൈവമേ ഉള്ളൂ? യേശുവിന് ഒറ്റ ദൈവമേ ഉള്ളൂ. ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോ വിശ്വസിക്കണമെങ്കിൽ, നല്ല രീതിയിൽ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? യേശു ചെയ്യുന്നത് പോലെ മനുഷ്യരിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കാതെ ഏക ദൈവത്തിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുന്ന ഒരുവന് നല്ല വിശ്വാസത്തിന്റെ കപ്പാസിറ്റി ആയിരിക്കും. Gospel of John chapter 5 verse 44 says, how can ye believe which receive honor one of another and seek not the honor that comes from God only? यीशु कहता है नीचे यूहन्ना 5:44 में, तुम जो एक दूसरे से आदर चाहते हो और वह आदर जो एकमात्र परमेश्वर की ओर से आता नहीं चाहते, किस प्रकार विश्वास कर सकते हो? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്പിരിച്വൽ ലങ്സിന്റെ കാര്യമൊന്നും പറയാനുള്ള ടൈം ഇന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുക. ദൈവം അടുത്ത പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഈ ഒരു സംഭവങ്ങളും കർത്താവ് നമുക്ക് ഇപ്പൊ കൊണ്ടുവന്ന് തന്നു. ഹല്ലേലൂയ. ഇതാ നമ്മുടെ വിശ്വാസത്തിന്റെ ലങ്സിന്റെ സ്പിരിച്വൽ ലങ്സ് പോലെ നമ്മളുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി വർദ്ധിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ആദ്യ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് അന്വേഷിക്കുന്ന അന്വേഷണം നിർത്തണം. മനുഷ്യൻ എനിക്ക് ലൈക്ക് അടിക്കുന്ന പരിപാടി അതന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി
ദൈവം എനിക്ക് ലൈക്ക് അടിക്കണം. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം ക്രിസ്തുവെ സ്വർഗസ്ഥ പിതാവ് എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതേപോലെ എന്നെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. In order to extend the capacity of our spiritual lungs and faith, we should stop seeking honor from men. Instead, we should start seeking honor from God. हमारे आत्मिक लंग्स की कैपेसिटी क्षमता कैसे बढ़ सकती है उसके बारे में हम बाद में कभी बताएंगे, परमेश्वर की इच्छा हो तो. लेकिन अभी हम ये बताना चाहते हैं कि हमें सबसे पहले हमारी विश्वास की क्षमता या ताकत को बढ़ाने के लिए ये करना है कि दूसरे लोग मुझे पसंद करें या मेरी सम्मान आदर करें. ये छोड़कर परमेश्वर से मैं आदर पाऊं, ये हमारी इच्छा होनी चाहिए. ബൈബിൾ നിങ്ങൾക്ക് ചോദിക്കാതെ എങ്ങനെയെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ അവര് നോക്കുമ്പോൾ വലിയ ജോലിക്കാരായി ദൃഷ്ടിസേവ ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നത് അവർക്കല്ല, നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിനാണെന്ന് ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ഏറ്റവും നല്ലതായി ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കുന്നത്, ഹോണർ ചെയ്യുന്നത് ആ ദൈവത്തെയാണ്. ആ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. When you work, instead of pleasing men, you try to give your best to God, giving honor and glory to Him. And when you begin to give glory and honor to Him by pleasing Him, He will begin to honor you. और ऐसे लिखा गया है वचन में कि जब हम नौकरी करते हैं, काम करते हैं, तो हमारे जो ऊपर है उनको दिखाने के लिए दृष्टि सेवा न किए बिना हम जो कुछ करते हैं परमेश्वर के लिए कर रहे हैं ऐसे मानकर जब हम करेंगे तो परमेश्वर जो सब कुछ देखता है ठीक समय पर वो हमारी आदर करेगा. ഹല്ലേലൂയ. ദൈവാലയത്തിൽ വേല ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ, ഈ ഭൂമിയിൽ എവിടെ വേല ചെയ്യുമ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഭൂമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ അപ്പൻ്റെ പ്രോപ്പർട്ടിയിലാണ്, അത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന മനോഭാവത്തിൽ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യനെ കാണാൻ കഴിയുകയില്ല. അവർ ഇന്ന് പൊക്കി പറയും, നാളെ നിലത്തിട്ടടിക്കും. പക്ഷെ അവരെ വിട്, അവരങ്ങനെയാ, സ്വഭാവം അങ്ങനെയാ, ആ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകന്മാരാക്കും. Whenever you do anything, any work on this earth, remember that this earth belongs to God and this earth is His property. And when you do a work in His property, you must give the best to God. And when you begin to give the best to God, God will begin to honor you. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഒരു പ്രോപ്പർട്ടിയും മനുഷ്യൻ്റെതായില്ല. ദൈവരാജ്യത്തിൽ എല്ലാ പ്രോപ്പർട്ടിയും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് അത് ദൈവം മക്കളുടേതാണ്. In the kingdom of God, every property belongs to God. Therefore, every property that belongs to God also belongs to His children. परमेश्वर हम जो कुछ करते हैं, चाहे वो कलीसिया में हो या बाहर हो, हमें समझना है कि सारी पृथ्वी वो परमेश्वर का है. इसलिए हम जो कुछ करते हैं सब परमेश्वर के लिए कर रहे हैं, ये मानकर करना है. और जो कुछ परमेश्वर का है वो उसके संतानों का है. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാൻ 17:10 പറഞ്ഞത്, പിതാവേ എന്റേതെല്ലാം അങ്ങയുടേതും അങ്ങയുടേതെല്ലാം എന്റേതുമാ. ഇതാ ദൈവരാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥ. എന്നാൽ ലോകത്തിലെ അങ്ങനെയതല്ല, എന്റേതെല്ലാം എന്റേതും, പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് നിന്റേതും കൂടെ എന്റേതും. The book of John, Jesus says that, Father, all that I have belong to you. But in the system of the world, all that belong to the world, we pray and we possess it and we make those things into us. इसलिए ही यूहन्ना 17:10 में प्रभु यीशु मसीह ने कहा कि हे पिता, जो कुछ मेरा है वो तेरा है और जो कुछ तेरा है वो मेरा है. ये आत्मिक दुनिया की बात है. स्वर्ग के राज्य की बात ऐसी है, इस दुनिया की बात ऐसी नहीं है. लोग कहेंगे कि जो तेरा है, जो मेरा है वो मेरा है और जो तेरा है वो भी मैंने अपना कर लिया है प्रार्थना करके. ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ഇന്ന് നാം മനസ്സിലാക്കിയത്
ദൈവം അനുവദിക്കാൻ അടുത്ത ആഴ്ച തുടരും. നാം മനസ്സിലാക്കിയത് ഇത്രയാണ്: നമ്മുടെ സ്പിരിച്വൽ കപ്പാസിറ്റി, ലങ്സിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ ഹാർട്ടിൻ്റെ കപ്പാസിറ്റി വലുതാകണം. എൻ്റെ അമ്മ എപ്പോഴും റെഗുലറായിട്ട് ഇവിടെ പല ഹോസ്പിറ്റലിലും വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ മരുന്ന് കൊടുക്കുമ്പോൾ ഒരു സാധനം തരും, എക്യുപ്മെൻറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്തിനാണെന്ന്. അപ്പോൾ അവർ പറയും ഇത് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള, വലിക്കാനുള്ള സാധനമാണെന്ന്. ഇത് വെച്ച് ബ്രീത്ത് ചെയ്യണം, അപ്പോൾ ലങ്സിൻ്റെ കപ്പാസിറ്റി വലുതായിക്കൊണ്ടിരിക്കും. ഒരു എക്യുപ്മെൻറ്റ് ഞാനിവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം ദൈവം അനുവദിക്കുന്നെങ്കിൽ. So when my mother had some problem with the lungs, we used to consult doctors, and they provided her with a kind of equipment. And when I asked them what's the function of this equipment, they explained that this has the capacity to extend the power of her lungs. मेरी माता जिनको श्वास में तकलीफ थी, वो कई अस्पतालों में कंसल्ट किया करती थी. तो एक बार एक अस्पताल से उन्होंने एक डिवाइस दिया था जो कि इस्तेमाल करने से, उन्होंने बताया वो इस्तेमाल करने से लंग्स के कैपेसिटी को बढ़ा सकते हैं. അതുപോലെ സ്വർഗത്തിൽ ദൈവം ഇന്ന് സഭയ്ക്ക് തന്ന ഒരു സ്പിരിച്വൽ എക്യുപ്മെന്റ് ആണ് നമ്മളുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി വർദ്ധിക്കാനായിട്ട്. മനുഷ്യരിൽ നിന്നല്ല ബഹുമാനം അന്വേഷിക്കേണ്ടത്, യേശു അന്വേഷിച്ചതുപോലെ ഏക സത്യ ദൈവത്തിൽ നിന്ന് നാം ബഹുമാനം അന്വേഷിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി അത് വർദ്ധിക്കുവാനായിട്ട് ഇടയാകും. Likewise, today God the Father also gave us a spiritual equipment to extend the power of our lungs, that instead of seeking honor from men, if we begin to seek honor from God as Jesus did, our capacity of our spiritual lungs will get extended. Therefore, our faith to God also will be improved. तो इसी तरह से आज के दिन परमेश्वर ने हमें ये उपकरण दिया है जिसको इस्तेमाल करने से हमारी आत्मिक लंग्स की ताकत या क्षमता बढ़ सकती है और हमारी विश्वास का ताकत या क्षमता बढ़ सकता है. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ എവിടെയായിരിക്കുന്നു? യേശു ക്രിസ്തു മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. എല്ലാ കണ്ണുകളും അടച്ച് അവനവനെ തന്നെ, ഓൺലൈനിലായിരിക്കുന്നവർ, ഹോളിലായിരിക്കുന്നവർ ഒക്കെ ഒന്ന് പരിശോധിച്ചാട്ടെ. യേശു ക്രിസ്തു മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. ഇനി ഞാനോ നമ്മളെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മൾ മനുഷ്യരെന്നുള്ള ബഹുമാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഭാഗത്ത് ക്രിസ്ത്യാനുരൂപരല്ല. നാം ആ ഭാഗത്ത് ക്രിസ്ത്യാനുരൂപരല്ല. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ക്രിസ്ത്യാനുരൂപരാകണ്ടേ? ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുവോ ആകാൻ താല്പര്യമുള്ളവർ? യേശുവിനെ പോലെ ഞാനും ഇനി മനുഷ്യരിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുകയില്ല. എനിക്ക് ആ ദാഹം എന്നിൽ നിന്ന് എടുത്തു കളയണമേ അപ്പാ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മനുഷ്യർ പൊക്കിപ്പറയുമ്പോൾ പൊങ്ങാനും മനുഷ്യർ താത്തിക്കളയുമ്പോൾ താഴാനും ഇരിക്കുന്ന, മനുഷ്യന്റെ കയ്യിൽ റെഗുലേറ്റർ ഇരിക്കുന്ന ഒരു ദൈവപുത്രനല്ല ഞാൻ. യേശുവെ പോലെയാ. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, അല്ല എങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ ആർക്കും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നിക്കോദിമോസ് പൊക്കിപ്പറഞ്ഞപ്പോൾ പൊങ്ങിപ്പോകാതെ നേരെ തിരിച്ച് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല എന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്ത യേശുവിനെ പോലെ മനുഷ്യർ താത്തുമ്പോൾ താന്നു പോകാതെ ചെറുപ്പക്കാരനായ യുവാവിനെ വസ്ത്രമുലിഞ്ഞ് അടിവസ്ത്രത്തിൽ മാത്രം തെരുവിലൂടെ നടത്തി മുഖത്ത് തുപ്പി
തലയിൽ മുൾമുടി വെച്ച് കളിയാക്കി നീ രാജാവല്ലേ എന്നും പറഞ്ഞ് കള്ളന്മാരുടെ കൂടെ തന്നെയും കള്ളനെന്നതുപോലെ തൂക്കി. ഈ സമയത്തൊക്കെ താന്നു പോകാതെ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവർ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തന്നെ പൊക്കിപ്പറഞ്ഞവരുടെ മുമ്പിൽ പൊങ്ങാതെയും തന്നെ താത്തിക്കളഞ്ഞവരുടെ മുമ്പിൽ താഴാതെയും അപ്പനോടുള്ള ബന്ധത്തിൽ നിലനിന്ന, തനിക്കെതിരെ ദൂഷണം പറഞ്ഞവരെ തിരിച്ചു ദൂഷണം പറയാതെ, തന്നെ തുപ്പിയവരുടെ നേരെ തിരിച്ചു തുപ്പാതെ, ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ച് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിലനിന്ന യേശുവല്ലേ നമ്മുടെ മാതൃക. ഞാൻ അങ്ങനെയാണോ എന്ന് അവനവനെ തന്നെ പരിശോധിച്ച്, അങ്ങനെയല്ല എങ്കിൽ എന്നെ അങ്ങനെ ആകുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് യോഹന്നാൻ 8:50 യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ബഹുമാനം അന്വേഷിക്കുന്നില്ല, കാരണം ബഹുമാനം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്, എൻ്റെ അപ്പൻ. യേശു 42:8 പറയുന്നു, ദൈവം തൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ നമ്മൾ മഹത്വം അന്വേഷിച്ച് നടക്കുന്നവരാണ് എങ്കിൽ ആ യേശുവിനോട് നമ്മൾ അനുരൂപമാണോ? നമ്മളെ തന്നെ പരിശോധിക്കുക. അതുകൊണ്ട് യേശുവിനെ പോലെ മനുഷ്യരിൽ നിന്ന് മഹത്വം വാങ്ങാതെയും മഹത്വം അന്വേഷിച്ച് നടക്കാതെയും സർവമഹത്വവും പിതാവിന് കൊടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ആ മകനെ പോലെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും യോഹന്നാൻ 8:54 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ ഏതുമല്ല, എന്നെ മഹത്വപ്പെടുന്നത് എൻ്റെ പിതാവാണ്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് അങ്ങയോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. മനുഷ്യരോടല്ല, യേശു മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നത് പിതാവിനോട്. നമുക്കും ആ ഏക സത്യ ദൈവത്തിനുള്ള ബഹുമാനത്തെ അന്വേഷിക്കാം, യേശു അന്വേഷിക്കുന്നത് പോലെ. അങ്ങനെ പിതാവ് പുത്രനെ മഹിമപ്പെടുത്തുന്നത് കണ്ട് മഹിമ കണ്ട സാക്ഷികളായി പത്രോസും യാക്കോബും യോഹന്നാനും അവർ പറഞ്ഞു, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാ. ആ പർവ്വതത്തിൽ വച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ എന്ന് സ്വർഗസ്ഥ പിതാവ് ഉയരത്തിൽ നിന്ന് പറഞ്ഞപ്പോ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് പുത്രന് തേജസ്സും മഹിമയും ഉണ്ടായി. ഇതേ മഹിമയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുദിനവും യേശുവെ പോലെയായി തീരുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല നാഥ, ആ ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ അങ്ങയുടെ ആത്മാവാൽ ഞങ്ങളെ ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ജീവൻ തുളുമ്പുന്ന അങ്ങയുടെ പാത്രങ്ങളായി വിളങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിക്കപ്പെട്ട എല്ലാ മക്കൾക്കായി ഹോളിൽ ശബ്ദ കാഴ്ചപ്പുറത്തിൽ ഇപ്പോഴും ഇത് തുടർന്ന് കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ കുടുങ്ങിപ്പോകാതെ, മങ്ങലേൽക്കുന്ന മരണത്തിന്റെ ശുശ്രൂഷയിൽ കുടുങ്ങിപ്പോകാതെ,
ഒരു മനുഷ്യന് ജീവൻ കൊടുക്കുന്ന ആത്മാവിന്റെ തേജസ്സുള്ള ശുശ്രൂഷയിലേക്ക് എല്ലാ വ്യക്തികളും എത്തിച്ചേരുവാൻ, അവരിതിനെ അറിയുവാൻ, അവർ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ ഏവരെയും അങ്ങ് സഹായിക്കണമേ. അങ്ങ് തന്ന നല്ല വചനത്തിനായി നന്ദി. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് കൂട്ടായിരിക്കണമേ. കഷ്ടതകളിലും ദുരിതങ്ങളിൽ നിന്നും അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടുവിച്ചതിനായി നന്ദി. തുടർന്നും വിടുവിക്കുന്നതിനായി നന്ദി. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ അവരുടെ ശരീരങ്ങൾ ഭാഗങ്ങളിൽ മേൽ, രോഗമുള്ള ഭാഗങ്ങളിന്മേൽ, വേദനയുള്ള ഭാഗങ്ങളിൽ മേൽ കരങ്ങളെ വെച്ചാട്ടെ. ദൈവത്തിന്റെ സൗഖ്യം നിങ്ങൾ വിശ്വാസത്തോടെ കരങ്ങൾ വെക്കുന്നുവെങ്കിൽ നിങ്ങൾ കാണും. യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് തൻ്റെ അടിപ്പിണരെ ഞങ്ങൾക്ക് തന്ന സൗഖ്യം, അപ്പാ അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജനത്തിന്റെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം തന്ന സൗഖ്യം ഇപ്പോൾ കൽപ്പിക്കുന്നു. സൗഖ്യമേറ്റെടുത്താട്ടെ, സൗഖ്യമേറ്റെടുത്താട്ടെ. അപ്പാ ഞാൻ സ്വീകരിക്കുന്നു, നന്ദിയോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സൗഖ്യമേറ്റെടുത്തിട്ട് ആ വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യെസ്, ആ ശ്വാസം മുട്ടിക്കുന്ന ശക്തി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബ സമാധാനം ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കുകയാ. എല്ലാ കുടുംബങ്ങളും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മേഖലയിലും ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, ആത്മീയമായി എല്ലാ മേഖലയിലും ഈ മക്കൾ ഒരു അനുഗ്രഹമായി ഇരിക്കട്ടെ. സർവമഹത്വം സ്വർഗസ്ഥ പിതാവേ അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തെ തന്നെ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറന്നു പോകരുത്, അടുത്ത ധ്യാനം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ജൂലൈ 1 തീയതിയാണ്. നിങ്ങൾ കടന്നു വരിക, നിങ്ങൾ മുഖാന്തരം അനേകരെ കടത്തിക്കൊണ്ടുവരിക. ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ വേലയല്ല, അത് എൻ്റെ വേലയാ. കാരണം ഞാനും ദൈവവുമായി ക്രിസ്തുവിൽ ഒന്നാ. യേശു ഇങ്ങനെ പറഞ്ഞു, പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നായി തീരണം. അതിലേക്ക് അതിവേഗം എത്തിച്ചേരാം. അങ്ങനെ നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.